ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി ദൈവം തന്നതോർത്ത് ദൈവത്തെ പിന്നെയും വാഴ്ത്തുന്നു. ഓരോ ദിനവും ജീവിക്കാൻ വേണ്ടി നമുക്ക് കൃപകൾ തരികയും ദൈവാലോചന പ്രകാരം നമ്മളെ മുന്നോട്ട് നടത്തുകയും ചെയ്യുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് 1000 നന്ദിയും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് ആവലോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ബലപ്പെട്ട് അനുദിന ജീവിതത്തിൽ ശക്തീകരിക്കപ്പെടാൻ ദൈവം നിയോഗിച്ച് ഈ വാട്സാപ്പ് സന്ദേശം കൃത്യമായി നിങ്ങളുടെ കൈവശം കിട്ടുകയും ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യാൻ ദൈവം നിയമിച്ച ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ചെതറിപ്പാർക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിനീതമായി വന്ദനം പറയുകയാണ്. ദൈവമായ കർത്താവ് നമ്മളോട് അഗാധമായിരിക്കുന്ന സ്നേഹവും കരുണയും കാണിക്കുന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് നമ്മുടെ അടുക്കൽ ദൂത് എത്തിക്കുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ ദൈവം സ്നേഹിക്കുമ്പോൾ, ഒരു മനുഷ്യനിൽ ദൈവം പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ, ഒരു മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ കണ്ണ് പതിയുമ്പോൾ ആ മനുഷ്യനോട് ആദ്യം ദൈവം ചെയ്യുന്നത് അവനോട് സംസാരിപ്പാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ, പുതിയ നിയമത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളും സന്ദേശങ്ങളും പരിശോധിച്ചാൽ, മാനവ കുടുംബത്തെ രക്ഷിപ്പാൻ ദൈവം പദ്ധതിയിടുമ്പോൾ ആദ്യം അവരോട് സംസാരിക്കാൻ വേണ്ടി ദൈവം ചിലരെ ആക്കി വയ്ക്കും. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് യോഹന്നാൻ സ്നാപകനെ മാനസാന്തരം പ്രസംഗിക്കാൻ പറഞ്ഞു വിട്ടില്ലേ? യോർദാൻ്റെ ഇരുകരയിലുമുള്ള യഹൂദന്മാരോട് യേശുവിന് മുമ്പ് യോഹന്നാൻ പറഞ്ഞ ആ കാര്യം, ഓരോ സംഭവങ്ങൾ വേദപുസ്തകത്തിൽ പരിശോധിച്ചാൽ ദൈവം ആളുകളെ എഴുന്നേൽപ്പിക്കും, വിടുതൽ അനുഭവിക്കുവാൻ, രക്ഷിക്കുവാൻ, മാറ്റം വരുത്തുവാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, പ്രാർത്ഥനയുടെ മറുപടി നൽകുവാൻ, ഉണർവിലേക്ക് നയിക്കുവാൻ ഒക്കെ ദൈവം പ്ലാൻ ചെയ്യുമ്പോൾ ദൈവമായ കർത്താവ് അവർക്ക് നിരന്തരമായ ദൈവിക സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കും. ഒരു വർഷം തീരാൻ പോവുക. ഏകദേശം മാർച്ച് മാസം മുതൽ ദൈവത്തിൻ്റെ സന്ദേശം കേൾക്കാൻ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് പലർക്കും ഈ മീഡിയയിലൂടെ അവസരം ലഭിച്ചു. പല ഘട്ടങ്ങളിലായി 6 മാസമായി, 8 മാസമായി, 3 മാസമായി, 2 മാസമായി, അല്ല ഒരാഴ്ചയായി, ഈ അടുത്ത ദിവസങ്ങളായി ദൈവവചനം ഇവണ്ണം കേൾക്കാൻ, നിങ്ങളോട് ദൈവം സംസാരിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ, നിങ്ങളുടെ മനസാക്ഷിക്കത് ബോധ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, ദൈവം എന്തോ പ്രവർത്തിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട്, അത് തന്നെ ഊന്നി പറഞ്ഞുകൊണ്ട്, ഉപവാസ പ്രാർത്ഥനയിൽ പരമ്പരയായി ചിന്തിച്ചു പോരുന്ന ദൈവിക സന്ദർശനവും അതിൻ്റെ അനന്തരഫലവും എന്ന വിഷയത്തെ ആധാരമാക്കി മറ്റൊരു വാക്യത്തിലൂടെ വീണ്ടും നിങ്ങളോട് ദൈവാലോചന പറയാൻ കർത്താവിൻ്റെ അമിത കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. രാവിലെ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവാത്മാവ് പഴയ നിയമത്തിലൊരു ചെറിയ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് എൻ്റെ കണ്ണെത്തിച്ചു. സെഫന്യ പ്രവാചകൻ, സെഫന്യാവ് പഴയ നിയമത്തിൻ്റെ കൊച്ചൊരു പ്രവാചകനാണ്. സാധാരണ ബൈബിളിലെ 887 പേജിൽ, മലയാളം ബൈബിളിൽ സെഫന്യ പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ പ്രവചന ഗ്രന്ഥത്തിൻ്റെ 2-ാമത്തെ അധ്യായം, അതിൻ്റെ 7-ാമത്തെ വാക്യം, അവസാനത്തെ ഭാഗം എടുത്താൽ മതി, എങ്കിലും ഞാൻ 7-ാം വാക്യം മുഴുവൻ വായിക്കുക. സെഫന്യ പ്രവചനം 2-ാം അധ്യായം 7-ാം വാക്യം. തീരപ്രദേശം യഹൂദാഗ്രഹത്തിൻ്റെ ശേഷിപ്പിനാകും, അവർ അവിടെ മേയ്ക്കും. അസ്കലോൻ വീടുകളിൽ അവർ വൈകുന്നേരത്ത് കിടന്നുറങ്ങും. അടുത്ത വാക്കാണ് നമ്മുടെ ചിന്തയോട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് കേട്ടോളുക. അവരുടെ ദൈവമായ യഹോവ അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതി മാറ്റുമല്ലോ. എത്ര സുന്ദരമായ വാക്യം, പ്രതീക്ഷ തരുന്ന വാക്യം, പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന വാക്യം, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വാക്യം. വാക്യം ഇതാണ്. സെഫന്യ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം, യഹൂദ ജനതയിൽ ഒരു കൂട്ടം ആളുകൾ, വിശിഷ്യാൽ എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ പുരുഷന്മാർ, യൗവനക്കാർ, ഇനിയിപ്പോൾ ദൈവം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കാലേ നിൽക്കാൻ പ്രാപ്തിയായവർ, അവർ ദൈവത്തെ പരിഹസിക്കുകയാണ്. അവർ പറയുന്നു, ദൈവത്തെ സേവിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണവും ദോഷമൊന്നുമില്ല. അങ്ങനെ വിളിച്ച്, അമ്മ ഈ പ്രാർത്ഥിച്ചുകൊണ്ട് 24 മണിക്കൂർ ഉപവസിച്ചും പ്രാർത്ഥിച്ച് നടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്നാ ഗുണമുണ്ടായി? ഇങ്ങനെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് ഈ പ്രാർത്ഥിക്കുന്നവരെല്ലാം വിളിച്ച് കയറ്റി, അവരെല്ലാം വിളിച്ച് വീട്ടുകാര്യവും വീട്ടിലെ രഹസ്യവും കുടുംബ പ്രശ്നവും എല്ലാം പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ദൈവത്തെ വിളിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് സെഫന്യ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ജനമെന്ന് വിളിക്കപ്പെടുന്ന പ്രമാണം കിട്ടിയവരിൽ തന്നെ ഒരു കൂട്ടം ആളുകൾ പറയാൻ തുടങ്ങി. എവിടാണ് ആ വാക്യം?
1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ വാക്യത്തിന് ആധാരമായിരിക്കുന്ന സംഭവം കുറിച്ചിട്ടിരിക്കുന്നത്. 1:12 സെഫന്യ പ്രവചനം. ആ കാലത്ത് ഞാൻ യെരൂശലേമിനെ വിളക്ക് കത്തിച്ച് ശോധന കഴിക്കുകയും മട്ടിന്മേൽ ഉറച്ചു കിടന്ന്, കേട്ടോ വാക്ക്, മട്ടിന്മേൽ ഉറച്ചു കിടന്ന് യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കും. ഇത് വേറൊരു തരം സന്ദർശനം. ദൈവത്തിന് 2 തരം സന്ദർശനമുണ്ട് കേട്ടോ. 1 പാഠം പഠിപ്പിക്കാനുള്ള സന്ദർശനമാണ്, 2 സ്ഥിതി മാറ്റാനുള്ള സന്ദർശനമാണ്. അപ്പോൾ ദൈവം തമ്പുരാൻ അഹങ്കാര ഹൃദയത്തോടുകൂടെ, ആ വാക്കൊന്നുകൂടെ കേട്ടെ, യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കും. അവിടെ പുരുഷന്മാരെന്ന് പറയുന്നത് ആണുങ്ങൾ, അല്ലെങ്കിൽ ആ മെയിൽ ബേസിലല്ല പറഞ്ഞിരിക്കുന്നത്. യൗവനയുക്തരായിരിക്കുന്ന ആളുകൾ, കുറച്ച് കമ്പ്യൂട്ടറും ആധുനിക കാര്യങ്ങളൊക്കെ പഠിച്ച് കൂട്ടുകാരെ നാട്ടുകാരെ കണ്ട് പട്ടണങ്ങളിലൊക്കെ പോയി പഠിച്ചു കഴിയുമ്പോഴേക്കും അവർക്ക് ഇവിടെ തണ്ടക്കൂളി പഠിച്ച് അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ തലേ തുണിയിട്ട് പ്രാർത്ഥിച്ച്, പെൺപിള്ളേരാണെങ്കിൽ ആൺപിള്ളേരാണെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടെ നിന്ന് അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഏറ്റവും മുമ്പിൽ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പിള്ളേരാ, കൊയറിലൊക്കെ പാടിക്കൊണ്ടിരുന്നവരാ, യൂത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരാ, സൺഡേ സ്കൂളിലൊക്കെ സജീവമായിരുന്നു. അവർ പട്ടണങ്ങളിലൊക്കെ ചെന്ന് മറ്റുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പറയുകയാണ്, ദൈവത്തെ വിളിച്ചോട് പ്രത്യേകിച്ച് ഗുണവും ദോഷമൊന്നുമില്ല. ഞാൻ നിങ്ങളോട് പറയാം, അരുതാത്ത വാക്കൊന്നും പറഞ്ഞേക്കരുത്. അതിന് അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും സങ്കടവും പ്രയാസവും ശോധനയൊക്കെ വരും. അപ്പോൾ ഈ ജീവിതം ഗുണമില്ലാതെ പോയി, ദൈവത്തെ വിളിച്ചിട്ട് ഗുണമില്ലാതെ പോയി, സഭയും കൊണ്ട് എന്ത് ഗുണമുണ്ട്, ഇവരൊക്കെ കള്ളന്മാരാ, വെറുതെ കയറി പറയരുത്. കർത്താവിൻ്റെ സന്ദർശനം വേറൊരു രീതിയിൽ വരും, അത് വരുത്തരുത്. ഇവിടെ അങ്ങനെ ഒരു പശ്ചാത്തലം സംജാതമായി. പുരുഷന്മാരെല്ലാം കൂടി, ഇവിടുത്തെ ചില ജ്ഞാനികളെന്ന് പറയുന്ന വൈസ്മെൻസ് എന്നൊക്കെ പറയുന്ന ആളുകൾ, അവരെല്ലാം കൂടി പറഞ്ഞു, ദൈവത്തെ വിളിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, 24 മണിക്കൂറും ദൈവം ഒരുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നു, എന്നാ ഗുണമുണ്ടായി? നിങ്ങളുടെ വീട്ടിൽ ചോദിക്കുന്ന ചോദ്യമായിരിക്കും ഇത്. എത്രയോ പേര് ചോദിച്ചിരിക്കുന്നു. കളിക്കരുത് ദൈവത്തോട് കേട്ടോ, കാരണം സന്ദർശനം അയക്കും. പിന്നെ കിഡ്നി അടിച്ചു പോയി, വാൽവും പോയി, ഏതെങ്കിലും ഭാഗത്ത് ക്യാൻസറും വന്ന് ലാസ്റ്റ് യൂറിൻ ട്യൂബൊക്കെ തൂക്കിയിട്ടുണ്ട് വീട്ടിലൊരു മൂലയിൽ ഇരിക്കേണ്ട വരും ചീർത്ത് വീർത്ത്. ദൈവത്തോട് മറുതലിക്കരുത്, ദൈവം അങ്ങനെ സന്ദർശിക്കും. അത് നമുക്ക് മാറ്റിവെക്കാം, ഉപവാസ പ്രാർത്ഥനയല്ലേ. അപ്പോൾ അവിടെ അങ്ങനെ പറയുക. അപ്പോൾ അവരോട് പറയുന്നു, നോക്കിക്കോ ഞാൻ സന്ദർശിക്കും. മട്ടിന്മേൽ ഉറച്ചു കിടന്നുകൊണ്ട് പറയുക, ഒന്നും രാവിലെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒന്നും നടക്കും, പള്ളിയിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, എന്നാ വേദപുസ്തകം എന്ന് പറയുന്നവരെ ഞാൻ സന്ദർശിക്കും. അതവിടെ കിടക്കട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കേൾക്കൂ, മറുഭാഗത്ത് പറയുകയാണ്, ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആക്ഷേപം സഹിച്ച് നിൽക്കുകയും ഈ കുതന്ത്രങ്ങൾ ഒരുക്കി ആളുകളെ പിന്നോട്ട് നടത്തുന്ന ആളുകളുടെ ഇടയിൽ ദൈവത്തിന് വേണ്ടി ഒറ്റയ്ക്ക് വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവമക്കളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ അവിടെ എഴുതുന്നു, അവരുടെ ദൈവമായ യഹോവ അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതി മാറ്റും. അപ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരാം. ദൈവം സന്ദർശിച്ചാൽ എന്തുണ്ടാകും? നിൻ്റെ ഭവനത്തെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തെ, നമ്മളായിരിക്കുന്ന നമ്മുടെ സാഹചര്യത്തെ ദൈവം ഒന്ന് വിസിറ്റ് ചെയ്താൽ, ഗോഡ്സ് വിസിറ്റേഷൻ, ദൈവത്തിൻ്റെ സന്ദർശനം, അതാരും അറിഞ്ഞെന്നിരിക്കുകയല്ല, ആരും അറിയാതെ ദൈവമായ കർത്താവ് ഇന്നലത്തെ സന്ദേശത്തിൽ പറഞ്ഞില്ലേ, അക്ഷരീകമായിട്ട് 3 പുരുഷന്മാർ മമ്മറയുടെ തോപ്പിലേക്ക് കയറി വന്നു. അബ്രഹാം കണ്ണുകൊണ്ട് കണ്ടു, സാറ കണ്ണുകൊണ്ട് കണ്ടു, അവരുടെ വൃക്ഷച്ചോട്ടിലിരുന്നു, അവർ വിളമ്പിക്കൊടുത്ത് ആഹാരം കഴിച്ചു, അത് കണ്ണുകൊണ്ട് കണ്ടു, അവർ സന്ദർശിച്ചതാണ്. എന്നാൽ അടുത്തൊരധ്യായത്തിൽ നമ്മൾ വായിച്ചു, സാറയെ ദൈവം സന്ദർശിച്ചു. ഇന്നലെ നമ്മൾ ചിന്തിച്ചതാണ്, അവധി വെച്ചിരുന്ന് നിവർത്തിച്ചു, അതാരും കണ്ടില്ല. സാറയെ ദൈവം സന്ദർശിച്ചത് ആരും കണ്ടില്ല. നടക്കത്തില്ലെന്ന് പറഞ്ഞ് അതിര് വെച്ച് 25 കൊല്ലങ്ങൾ മക്കൾ ജനിക്കാതെ ഉദരം ബന്ധിച്ച ബന്ധനം എൻ്റെ ദൈവം ഒന്ന് സന്ദർശിച്ചപ്പോൾ പൊട്ടി. സ്തോത്രം. വിത്തിട്ട് മുളയ്ക്കുന്നൊരു വയൽ പോലെ സാറയുടെ ഉദരം, ആ പ്രായം ചെന്ന അമ്മയുടെ പുത്രോത്പാദനത്തിനുള്ള ശക്തി ക്ഷയിച്ച് അമ്മയുടെ ഉദരം വീണ്ടും പുഷ്പിച്ചു. ഒരു വസന്തകാലം അവരുടെ കുടുംബത്തിനകത്ത് സംജാതമായി. പരിശുദ്ധാത്മാവ് ഇന്നും പറയുന്നു, സ്തോത്രം, നടക്കത്തിൽ നിന്ന് വെല്ലുവിളിച്ച വിഷയങ്ങൾ വർഷങ്ങൾ കാത്തിരുന്നിട്ട്
അസ്തമന സൂര്യനെ പോലെ ആയിരിക്കുന്ന വിഷയങ്ങൾ എൻ്റെ ദൈവം നിൻ്റെ സന്തതിയുടെ മേൽ ഉദിപ്പിക്കും. അതിന് നീ അറിയാതെ, വീട്ടുകാരറിയാതെ, അയൽവക്കക്കാരറിയാതെ, യാതൊരുവിധ പ്രോട്ടോക്കോളും നോക്കാതെ എൻ്റെ ഭക്തൻ്റെ വീട്ടിലേക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിലേക്ക് ദൈവം ഇറങ്ങി വരും. സ്വർഗം നിൻ്റെ പുരയിടത്തെ സന്ദർശിക്കും, നിൻ്റെ പുര സന്ദർശിക്കും. ദൈവം നിൻ്റെ വീട്ടിൽ ഇറങ്ങി വന്നാൽ ബലഹീനമായി കിടക്കുന്ന വിഷയങ്ങൾക്ക് ബലം ഏകും. തളർന്ന കൈകൾ ബലപ്പെടും. കെട്ടപ്പെട്ട സ്ഥിതികൾക്ക് മാറ്റം വരും. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, അവരുടെ ദൈവമായ യഹോവ അവരെ സന്ദർശിക്കും. നിനക്കൊരു ദൈവമുണ്ടോ? നീ സേവിക്കുന്നൊരു കർത്താവുണ്ടോ? ഏകാഗ്ര ഹൃദയമുണ്ടോ? നിനക്ക് ഒരുപാട് ദൈവമുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിച്ചോളണം, അതൊക്കെ കേട്ടോളം കേട്ടോ. ഒരേ ഒരു ദൈവം, ഏകസത്യ ദൈവം, ജീവൻ തന്ന ദൈവം, മനുഷ്യവർഗത്തെ സ്നേഹിച്ച ദൈവം. ആ ദൈവം സന്ദർശിച്ചെങ്കിലേ ഗുണമുള്ളൂ. അവരുടെ ദൈവമായ യഹോവ, അതാ അങ്ങനെ എഴുതിയത്, അവരുടെ ദൈവമായ യഹോവ അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതിക്ക് ഭേദം വരുത്തും, സ്ഥിതി മാറ്റും. അപ്പം ഞാൻ പറയട്ടെ, ഒരു വീട് ദൈവം സന്ദർശിച്ചാൽ ആ വീടിൻ്റെ സ്ഥിതി ദൈവം മാറ്റിയിരിക്കും. ഹല്ലേലൂയ. ഞാൻ ആ കാര്യം പറയുന്നത് ഈ സന്ദേശ യുക്തമാണെന്നറിയില്ല. ഞാനൊക്കെ വളർന്നു വന്ന കാലത്തെ പൈതൃകമായിരിക്കുന്ന കുറേ കഷ്ടം ഒക്കെ നിലനിന്നിരുന്ന ഒരു ഗ്രാമീണ പ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നു വന്നത്. ഞങ്ങളുടെ ചുറ്റുപാടൊക്കെ നല്ലവരായിരിക്കുന്ന ഒത്തിരി ആളുകൾ താമസിക്കുക, വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ. അപ്പോൾ ഞങ്ങൾ സാധാരണക്കാരും പാവങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ 1-ാം തീയതി വരുമ്പോൾ ഉണ്ടല്ലോ, എല്ലാ മാസത്തിൻ്റെ 1-ാം തീയതി ഞങ്ങളുടെ ചുറ്റുപാടത്തുള്ള ആളുകളൊക്കെ, ചില ആളുകളൊക്കെ, ചിലരെ എനിക്ക് തോന്നുന്നു ഞങ്ങളിൽ ചിലരെയൊക്കെ 1-ാം തീയതി കയറുക എന്ന് പറയും. അവരുടെ വിശ്വാസം വിചാരവും 1-ാം തീയതി രാവിലെ വേറെ ആരെങ്കിലും അവരുടെ വീട് സന്ദർശിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ ഇച്ചിരി ഐശ്വര്യമൊക്കെ ഉള്ള ആളുകളായിരിക്കുന്നത് കൊച്ചു പിള്ളേരോടൊക്കെ പറയും, 1-ാം തീയതി രാവിലെ 6-7 മണിയാകുമ്പോഴത്തേക്ക് നീ അങ്ങ് വന്നേക്കടേ, വീട്ടിൽ വന്നപ്പോൾ ഒരു ചായയൊക്കെ തരും. അങ്ങനെയുള്ള ആളുകളാണ്. ഒരു ബിസ്ക്കറ്റോ ചായ, അന്ന് ബിസ്ക്കറ്റ് ഇല്ലെന്ന് തോന്നുന്നു, അങ്ങനെ ചായയൊക്കെ തന്ന് പറഞ്ഞു വിടും. അവരുടെ വിചാരം അങ്ങനെയുള്ള ആളുകൾ അവരുടെ വീട് സന്ദർശിച്ചാൽ ആ മാസം മുഴുവൻ ഭയങ്കര ചാകരയായിരിക്കുമെന്ന്. ഞാനിത് പറയുമ്പോൾ പഴയ കാലം ഓർക്കുന്ന ആളുകൾ കണ്ടേക്കാം. നോക്കണേ, മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് അടി ഉറച്ച് കിടക്കുന്ന സംഭവമാണ് കൊള്ളാവുന്ന ഒരുത്തൻ. അവർ ഈ നാളും സമയമൊക്കെ നോക്കിക്കൊണ്ടാണ് ഈ പറയുന്നത്. അതൊന്നും ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മനസ്സിനകത്തുണ്ട് സംഭവമൊക്കെ, അത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ഒരു നല്ല മനുഷ്യൻ സന്ദർശിച്ചാൽ, സ്തോത്രം, അതിൻ്റെ ഗുണം. ചില ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ആദ്യത്തെ കൈനീട്ടെന്ന് പറഞ്ഞൊന്നുണ്ട്. അത് ചിലപ്പോൾ നല്ലൊരു മനുഷ്യനാണെങ്കിൽ പിന്നെ അയാൾ പറയും, രാവിലെ 6 പേര് ക്യൂ നിന്നാലും കട തുറക്കുമ്പോൾ മറ്റേ ആളെ അവിടെ കണ്ടാൽ ആദ്യം അങ്ങേർക്ക് സാധനം എടുത്തു കൊടുത്ത് അങ്ങേരുടെ കയ്യിൽ നിന്ന് 10 രൂപ മേടിക്കും, കൈനീട്ടെന്ന് പറയും. അങ്ങനെയൊക്കെ ഒരു ചിന്ത മനുഷ്യൻ്റെ അകത്തുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ഇത് മനുഷ്യൻ്റെ കാര്യമല്ല. സാക്ഷാൽ ദൈവമായവൻ, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായവൻ, സകല ഐശ്വര്യത്തിൻ്റെ പൂർണ്ണതയുള്ളവൻ, ഇരുട്ടല്ലവൻ വെളിച്ചമായവൻ, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവൻ, സകല ഭൂതാത്മാക്കളെയും പുറത്താക്കുന്നവൻ, സകല മനുഷ്യരെയും രൂപാന്തരപ്പെടുത്തുന്നവൻ, സ്വർഗത്തിലെ ഭണ്ഡാരത്തിൻ്റെ താക്കോലുള്ളവൻ, വെണ്മയും ചുവപ്പുമുള്ളവൻ, സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായവൻ, തേജോ രൂപിയായവൻ, സകലത്തിനും കാരണഭൂതനായവൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ, വെക്കാത്തടുത്തുനിന്ന് എടുക്കുന്നവൻ, വിതയ്ക്കാത്തടുത്തുനിന്ന് കൊയ്യുന്നവൻ, സകലത്തിൻ്റെയും ഗുണമനുഭവിക്കാൻ മനുഷ്യവർഗത്തിന് വേണ്ടി അവസരം കൊടുത്തവൻ, വഴിയായവൻ, വാതിലായവൻ, വെളിച്ചമായവൻ, പുനരുത്ഥാനമായവൻ, മുന്തിരിവള്ളിയായവൻ, ജീവനായവൻ, അവൻ നിന്നെ സന്ദർശിച്ചാൽ, ഹല്ലേലൂയ, ഈ ദൈവം നിന്നെ സന്ദർശിച്ചാൽ സ്ഥിതി മാറുമോ? പറ മറുപടി. സ്ഥിതി മാറുമെന്ന് ഞാൻ പറയല്ല, പറ മറുപടി. നിന്റെ കുടുംബത്തെ സന്ദർശിച്ചാൽ, കടുകട്ടിയോടെ 20 കൊല്ലമായിട്ട് ദൈവത്തെ സേവിച്ചിട്ടൊന്നും ഗുണമില്ല, നീ ചുമ്മാ ഇരുന്ന് മോങ്ങാതെ എഴുന്നേറ്റ് കഞ്ഞി കുടിക്കാൻ നോക്ക് എന്ന് ആക്ഷേപിച്ച് പറയുന്ന, ഉപവാസമാണ് പ്രാർത്ഥനയാണെന്നൊക്കെ പറയുമ്പോഴേക്കും വിരലിൽ കൂടെ കലി കയറുന്നവർ നിന്റെ വീട്ടിലുണ്ടോ? പിശാചിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ, ഞാൻ പറയാം, അവരെ ഒന്നും നോക്കണ്ട. നിന്റെ ഭവനത്തെ ദൈവം സന്ദർശിക്കണം. ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്, ഈ ആണ്ടിലെ 31-ാം തീയതിക്കുള്ളിൽ എൻ്റെ ദൈവം ചില കുടുംബങ്ങളെ സന്ദർശിക്കുമല്ലോ. അതിനാണല്ലോ ദൈവം ദൂത് തരുന്നത്. അതുകൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. സെഫന്യാ പ്രവാചകൻ 2:7 പറഞ്ഞിരിക്കുന്ന വാക്ക്, സ്വന്തം അവരുടെ ദൈവമായ യഹോവ അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതി മാറ്റുമല്ലോ. സ്ഥിതി മാറും. പണിയെടുത്തിട്ട്, അധ്വാനിച്ചിട്ട്, പ്രാർത്ഥിച്ചിട്ട്, വഴിപാട് കഴിച്ചിട്ട്, നേർച്ചകൾ കഴിച്ചിട്ട്, മാസത്തിലൊരിക്കൽ പ്രാർത്ഥന, ആഴ്ചയിലൊരിക്കൽ പ്രാർത്ഥന കഴിച്ചിട്ട്, ഉള്ള ദൈവദാസന്മാരെയൊക്കെ വിളിച്ചു കയറ്റി പ്രാർത്ഥിച്ചിട്ട്
ഒരു മാറ്റവും വരാത്ത വിഷയങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടോ, നിൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലുണ്ടോ, നിൻ്റെ ശരീരത്തിലുണ്ടോ, നിൻ്റെ സാമ്പത്തിക മേഖലയിലുണ്ടോ, നിൻ്റെ ആത്മമണ്ഡലത്തിലുണ്ടോ, നിൻ്റെ കുഞ്ഞിൻ്റെ കുടുംബജീവിതത്തിലുണ്ടോ, നിങ്ങളുടെ ഫാമിലി ലൈഫിലുണ്ടോ? മാറാത്ത വിഷയങ്ങൾ, മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ. ഇനി ഞാൻ പ്രാർത്ഥനയിലേക്ക് കിടക്കുക. വിശദീകരണങ്ങളൊക്കെ അടുത്ത ദിവസങ്ങൾ. ഇന്ന് ഉപവാസത്തിൻ്റെ 15-ാം ദിവസമാണല്ലോ, ഇനിയും ഉണ്ടല്ലോ 5-6 ദിവസം കൂടെ. ഞാൻ ബാക്കി ദിവസങ്ങളിൽ വിശദീകരണങ്ങൾ തരാം. ഒരു കാര്യം, ഉപവാസത്തിൻ്റെ 3-ാം ഘട്ടം സ്തോത്രം കയറുകയാണ് നമ്മൾ. 7 ദിവസം ആദ്യം കഴിഞ്ഞു, 7 ദിവസം പിന്നെ കഴിഞ്ഞു, അടുത്ത 7ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്തോത്രം അവസാന ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. അവസാന ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗം പറയുന്നു, എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റാൻ ഞാൻ അവർക്ക് ലോട്ടറി അടിപ്പിക്കുന്നല്ല, എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റാൻ ഞാൻ അവർക്ക് വിസ കൊടുക്കുന്നല്ല, അതൊക്കെ പുറകെ. എന്നാൽ ആദ്യം സ്ഥിതി മാറാൻ വേണ്ടത് എന്താണെന്നറിയാമോ? നിന്നെ ഒന്ന് സന്ദർശിക്കണം, നിൻ്റെ കുടുംബത്തെ ഒന്ന് സന്ദർശിക്കണം, നിൻ്റെ നാടിനെ ഒന്ന് സന്ദർശിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഓരോ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഓരോ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, അർദ്ധരാത്രി ഒന്നുറങ്ങിയിട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഈ വാക്യങ്ങൾ അടിവരയിട്ട് വെച്ച് കൈവച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ നന്നാവും, എൻ്റെ കുഞ്ഞുങ്ങൾ നന്നാവും, എൻ്റെ കുടുംബത്തിന് മാറ്റം വരും, എൻ്റെ കുടുംബജീവിതത്തിൽ സന്തോഷം മടങ്ങി വരും. എങ്ങനെ? എൻ്റെ ദൈവം ഒന്ന് സന്ദർശിച്ചാൽ. അവൻ സന്ദർശിച്ച നാടുകൾ, അവൻ സന്ദർശിച്ച വീടുകൾ, അവൻ സന്ദർശിച്ച വ്യക്തികൾ, അവരെ മുഴുവൻ ഞാൻ അണിയണിയായി നിങ്ങളുടെ മുമ്പിൽ നിരത്തി വയ്ക്കാം. എൻ്റെ ദൈവം സന്ദർശിച്ചിടത്തെല്ലാം മാറ്റം വന്നു. ഗലീലയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? പണ്ടൊരു രാജാവ് ഒരു ഗുണവും വരികയില്ല, വാഴ നട്ടാൽ പോലും മുളയ്ക്കത്തില്ലെന്നും പറഞ്ഞ് ഔദാര്യമായി കൊടുത്തത് കോപിച്ച് തിരിച്ചിട്ടിട്ട് പോയ ഗലീലയെ എൻ്റെ അരിമനാഥൻ്റെ കാൽപാദങ്ങൾ ചവിട്ടി. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണ നിഴലിൽ ഭീതിയോടിരുന്ന ജനത്തിൻ്റെ മരണം മാറിപ്പോയി. ഉടരബ ഷീഖാന ഹന്തരക്ഷസ്യ. ഞാൻ പ്രാർത്ഥിക്കുന്നു, രോഗങ്ങൾ, ട്യൂമറുകൾ, രോഗമുണ്ടാകാനുള്ള സാധ്യതകൾ, നിന്റെ പണം ചോർത്തിക്കളയാനുള്ള തന്ത്രങ്ങൾ, അത് മുഴുവൻ ദൈവത്തിൻ്റെ സന്ദർശനത്താൽ ഗലീലയ്ക്ക് വന്ന മാറ്റം പോലെ ഇരുണ്ട പ്രദേശം, മരണത്തിൻ്റെ നിഴല്, കലഹം, കലുഷിത, ഇത് മുഴുവൻ മാറിപ്പോകാൻ യേശു ക്രിസ്തുവിൻ്റെ കാൽപാദങ്ങൾ നിന്റെ വീട്ടിൽ ചവിട്ടട്ടെ, വീട്ടിൽ ചവിട്ടട്ടെ. മാറ്റം വരും. പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടെ നിന്ന് സന്ദർശിച്ചാൽ മാറ്റം വരാത്ത എന്തിനാ ഉള്ളത്? അങ്ങ് കുളക്കരയെ സന്ദർശിച്ചു, അങ്ങ് ദൈവമേ കൂട്ടങ്ങളെ സന്ദർശിച്ചു, അങ്ങ് ദൈവാലയങ്ങളെ സന്ദർശിച്ചു, അങ്ങ് കൂനിയിരുന്നവരെ സന്ദർശിച്ചു, അങ്ങ് തളർന്ന് കടന്നവരെ സന്ദർശിച്ചു. അപ്പാ, അങ്ങ് നിരാശപ്പെട്ട വീടുകളെ സന്ദർശിച്ചു, ബന്ധിക്കപ്പെട്ട ഭവനങ്ങളെ സന്ദർശിച്ചു, അബ്രഹാമിൻ്റെ സന്തതിയായി കെട്ടപ്പെട്ടവരെ ദൈവം സന്ദർശിച്ചു. എൻ്റെ അവർക്കെല്ലാം മാറ്റം വന്നു. ഒരു കൂട്ടം ജനം കരയുകയാ. ഈ വചനം കേട്ട് ദൈവത്തിങ്കിലേക്ക് കരമുയർത്തുക, അപ്പാന്ന് വിളിക്കുക, ഞങ്ങളെ കൂടെ അപ്പാ ഒന്ന് സന്ദർശിക്കണമെന്ന് പറയുക. അങ്ങനെ അതരം കൊണ്ട് വിളിച്ചു പറഞ്ഞ് കരയുന്ന, ചങ്ക് പൊട്ടുന്ന ദൈവമക്കൾ ഈ ദൂതിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അവരെ ഈ ദിവസങ്ങളിൽ സന്ദർശിക്കണേ. ഇതെൻ്റെ ഒരു അപേക്ഷയാ. ദൈവമേ, 31-ാം തീയതിക്കുള്ളിൽ കുടുംബങ്ങളെ സന്ദർശിച്ച്, വ്യക്തികളെ സന്ദർശിച്ച് സ്ഥിതിക്ക് ഭേദം വരുത്തണമേ. ഞാനത് പറഞ്ഞുപോയി ജനത്തോട്. ദൈവം അത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ. അങ്ങെപ്പോ